അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളിത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്രിപ്പ് കിട്ടിയേക്കാണ്. കാടിൻ്റെ ഉള്ളിലോട്ട് എല്ലാവരും കൊതിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ശരിയ ഹബനി. അതെ, നമ്മുടെ ചെക്കന്മാർ, ഇത് ഗൾഫിൽ നിന്ന് എത്തിയതാണ് രണ്ടാമന്മാർ. അത് നമ്മുടെ സ്വന്തം സർഫിൻ്റെ വകയാണ് ഇന്നത്തെ ട്രിപ്പ് കിട്ടിയേക്കുന്നത്. ഹബനി ഫോറസ്റ്റിലൂടെ നമുക്ക് യാത്ര പോകാൻ എല്ലാവരും കൊതിക്കുന്നത്. ബ്ലാക്ക് പാന്തർ ആകെ കാണാൻ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതേ ഇവിടെയാണ്. നമുക്കിന്ന് ഭാഗ്യമുണ്ടെങ്കിൽ ബ്ലാക്ക് പാന്തറിനെ കാണാം. ഇപ്പോൾ നമ്മൾ ഏകദേശം കാടിൻ്റെ നടുക്കാണ് ഉള്ളത്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ കൂടെ പോയത് ഇപ്പോൾ വെള്ളയെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയാണുള്ളത്. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ കൂടെ പോയി ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാട്ടിലോട്ട് കയറും. പോലെ സഫാരി റൈഡ് പോകുന്നതാണ്, സഫാരി റൈഡ് ആ വഴിയാണ് പോകുന്നത്. ഇതിലെ പോകുമ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു മാന് പരിപാടിയൊക്കെ ഉണ്ട്. ഇതേ മാൻ നിൽക്കുന്നുണ്ട. അടേടാ, ഇത് ആന. മെല്ലെ പോ നിർത്ത്. ആ സൂപ്പർ മോനെ, സൂപ്പർ കിടിലൻ സാധനം, കിടിലൻ കൊമ്പൻ. എൻ്റെ അമ്മ, എൻ്റെ കൊമ്പ് നോക്കി ഒരു രക്ഷയില്ല. വന്ന ട്രിപ്പിന് എന്തായാലും മൊത്തലായിട്ടാവും. കിടുക്കാച്ച് സാധനം. തിരിച്ചു വരുമ്പോൾ ഉണ്ടോ നോക്കാം. ഇനി അടുത്ത പരിപാടിക്ക് നമുക്ക് വിട്ടാലോ. നമ്മൾ ഏകദേശം എത്തായി. ഇവിടെ നിന്നാണ് ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ കാടിൻ്റെ അകത്തോട്ട് പോകുന്നത്. 2 റൂട്ടുണ്ട്. നമ്മൾ ഈ റൂട്ടിലോട്ടാണ് പോകുന്നത്. ഇതേ ഫുൾ മണ്ണിട്ട വഴിയാണ്. ഇതാ ഇവിടെ മാൻ നിൽക്കുന്നു, ഇത്ര തൊട്ടടുത്ത്. അവിടെ മാൻ്റെ കൂട്ടമുണ്ട്. ഇഷ്ടം പോലെ മാനുകളാണ്. ഇത് കണ്ടോ, ഇഷ്ടം പോലെ. ഓ, ഈ വഴി കയറിയപ്പോൾ തന്നെ മൈതാനം പോലെ. എന്താ രസം. അക്കു, എങ്ങനെയുണ്ട് പരിപാടികൾ? കടിച്ച് മൊത്തം ഷർഫിന് ഇന്നത്തെ ട്രിപ്പ് സ്പോൺസർ ചെയ്തത്. ഏകദേശം നമ്മളൊരു 7 കിലോമീറ്ററോളം അകത്തോട്ടാണ് പോകുന്നത്. നല്ല വീട്ടിലെ റോഡും മണ്ണിട്ട് നല്ല സെറ്റാക്കി വെച്ചേക്കുക. അത് റോഡ് ക്രോസ് ചെയ്ത് മാനൊക്കെ ഓടുന്നുണ്ട്. നമ്മുടെ വണ്ടീൻ്റെ ഒച്ച കേട്ടത് റോഡ് ക്രോസ് ചെയ്ത് ഓടുന്നുണ്ട്. ഇത് കുറേ ഇടുന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. പോകുന്ന വഴിക്ക് ഒരു നല്ല ചിറയുണ്ട്. മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ പറ്റിയ സെറ്റായ സ്ഥലം. ആഹാ, ഏതാ വ്യൂ. നമ്മൾ ചെറിയ വെള്ളമൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്കിത് ബ്ലാക്ക് പാന്തറിനെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്താ സ്ഥിതി എന്നറിയില്ല. കൂടുതലായിട്ട് അതിനെ കാണുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. മഴ പെയ്ത് കിടക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് നമുക്ക് വിസിബിൾ ആകുന്നത്. കുറേ റോഡുകളുണ്ട്. നമ്മൾക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഏകദേശം നമ്മൾ ഉൾക്കാടിൻ്റെ അടുത്തത്, ഉൾക്കാടൊന്നും ആയിട്ടില്ല, എന്നാലും നമ്മളൊരു 2-3 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു. ഒക്കെ സൈലൻ്റായിരിക്കണം. അധികം മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓടിത്തരിയും. ഈ കാട്ടിൻ്റെ ഉള്ളിൽ സഫാരി ഒരു പണിക്കാരെ വെച്ച് കാട് വെട്ടിക്കുകയാണ്. ഇവിടെ സഫാരീൻ്റെ വണ്ടി കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മളിത് ടയറൊക്കെ കൊടുത്തു വിടുകയാണ്. ട്രാക്ടർ അതിനാണ് വന്നേക്കുന്നത്. ഞങ്ങൾ ലൈസായിട്ട് വണ്ടീൻ്റെ പൊക്കത്തോട്ട് കയറി. മുകളിൽ കയറി, ദോസിൻ്റെ മുകളിൽ. നമ്മുടെ ഫാസിലും അക്കുവും പ്രതീക്ഷയോടെ വെയിറ്റിംഗ്. നമ്മുടെ ഫോറസ്റ്റുകാർ ഗാർഡന്മാരുടെ ഒരു ഏർമാടാണ്. ഇവിടെ നിന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി, വാച്ച് എന്ന് പറയുകയാണ്. ഇവിടെ കൂടുതൽ അപകടം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. ഇവിടെ ഒരു ടീ റോഡ് എത്തിയിരിക്കുകയാണ്. നമ്മൾ റൈറ്റിലോട്ടാണ്, ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. മാനൊക്കെ ഓടി നമ്മളെ കാണുന്നവരും എല്ലാവരും ഓടുന്നുണ്ട്. ഒരു നല്ല കിഴുക്കാരി കൊമ്പുള്ളൊരു മാനുണ്ട് അവിടെ. ഇവിടെ വേറൊരു സ്ഥലം, നമ്മുടെ സിംഹവാലൻ പരത്തിൻ്റെ എന്തിനാ ഒച്ചത് ഓടുന്നു.
ആളുകളൊക്കെ റോഡ് ക്ലോസ് ചെയ്ത് ഓടുകയാണ്. അതെ, അവിടുന്ന് സഫാരി ഒച്ച ഉണ്ടാക്കില്ല. സഫാരീൻ്റെ വണ്ടി വരുന്നുണ്ട്. സഫാരീൻ്റെ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പൈസ കൊടുത്ത് പോകുന്നു, നമ്മൾ പൈസ ഇല്ലാണ്ട് പോകുന്നു. ഇതൊന്ന് കാര്യമായിട്ട് വേറെ ഒന്നിനും കാണാൻ പറ്റിയില്ല. എങ്കിലും ഈ ട്രിപ്പ് അടിപൊളിയാണ്. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരുന്നത്. അത് സഫാരി അവരുടെ കൂടെ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ വഴി കൂടെ അവർ കൊണ്ടുപോകും. ജംഗിൾ സഫാരി അവരുടെ കൂടെ വരുവാണെങ്കിൽ അതാകുമ്പോൾ ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാം. നമ്മൾ ഈ വഴി വന്നു. ഇതേ നമ്മൾ ചെന്നൈനെയാണ് കാണുന്നത് കേട്ടോ. കമ്പനി നമ്മളെ നിരാശപ്പെടുത്തില്ല കേട്ടോ. രണ്ട് ചെന്നായികളാണ്. ദൈവം ഒന്നിനും കാണാൻ പറ്റില്ല എന്നല്ല, രണ്ട് ചെന്നായികൾ, രണ്ടല്ല മൂന്നെണ്ണം ഉണ്ട്. ഓടി ഓടി ഇപ്പോൾ തന്നെ ഇതേ അവരെ കയറ്റിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാണ് ഇവിടെ. അപ്പോൾ നമ്മളിത് തിരിച്ച് റിട്ടേൺ പോവുകയാണ്. വീണ്ടും അകത്ത് കയറി ബാക്കി എല്ലാവരെയും അകത്ത്. രാവിലെ ഇവിടെ പാന്തറ ഉണ്ടായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. രാവിലെ ദൈവം വരുന്ന വഴി കണ്ടു. ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ വന്നത്. കണ്ടില്ല.